प्यारे बच्चों नमस्कार। हम पिछले क्लास में एक महान व्यक्ति के बारे में पढ़ते थे। ठीक है, ये कौन थे? हमारे राष्ट्रपिता महात्मा गांधी के अनुयायी विनोबा जी के बारे में हम पढ़ते थे। ठीक है, सभी बच्चे पाठभाग पढ़ाया। ठीक है, आज हम इस पाठभाग के प्रश्नोत्तर और व्याकरण भाग देखें। ठीक है, देखो हमारे पाठ्य पुस्तक में पहला क्वेश्चन क्या था? देखो हमारे पाठभाग के पहला क्वेश्चन प्रश्नों के उत्तर लिखे, प्रश्नों के उत्तर देखे। फर्स्ट क्वेश्चन, विनोबा जी किसके अनुयायी थे? फर्स्ट क्वेश्चन क्या था? विनोबा जी किसके അനുയായി थे? ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായോ? വിനോബാജി ആരുടെ അനുയായിയായിരുന്നു? നമ്മൾ പഠിച്ചു. किसका अनुयायी, फॉलोवर. विनोबाजी किसके अनुयायी थे? हाँ ठीक है, विनोबाजी महात्मा गांधी के अनुयायी थे. विनोबाजी किसके अनुयायी थे? विनोबाजी महात्मा गांधी के अनुयायी थे. समझा? विनोबाजी किसके अनुयायी थे? बोलो. विनोबाजी महात्मा गांधी के अनुयायी थे. ठीक है, देखो क्वेश्चन नंबर 2, विनोबाजी का कौन सा यज्ञ प्रसिद्ध है? सेकंड क्वेश्चन क्या है? विनोबाजी का कौन सा यज्ञ प्रसिद्ध है? പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചു വിനോബാജിയുടെ ഏത് യജ്ഞമാണ് പ്രസിദ്ധമായത്? ഏത് യജ്ഞത്തിന്റെ പേരിലാണ് വിനോബാജി അറിയപ്പെടുന്നത്? വിനോബാജി कौन सा यज्ञ प्रसिद्ध है? विनोबाजी का कौन सा यज्ञ प्रसिद्ध है? हाँ, भूदान यज्ञ. भूदान, भूदान शब्द का अर्थ क्या है? हाँ हम पढ़ता था. हाँ, लैंड डोनेशन. देखो विनोबाजी का कौन सा यज्ञ प्रसिद्ध है? देखो विनोबाजी का भूदान यज्ञ प्रसिद्ध है. विनोबाजी का भूदान यज्ञ. आंसर क्या है? विनोबाजी का भूदान यज्ञ प्रसिद्ध है. ठीक है, नेक्स्ट क्वेश्चन, क्वेश्चन नंबर 3, भूमि दान में लेकर विनोबाजी क्या करते थे? भूमि दान में लेकर, ഭൂമി ദാനമായി കിട്ടിയ ഭൂമി വിനോബാജി ക്യാ കർത്തേ थे? ദാനമായി കിട്ടിയ ഭൂമി വിനോബാജി എന്തു ചെയ്തു? എന്താ ആൻസർ? ഭൂമി दान में लेकर विनोबाजी क्या करते थे? भूमि दान में लेकर विनोबाजी भूमिहीन किसानों को दे देते थे. भूमि दान में लेकर, ഭൂമി ദാനമായി കിട്ടിയ ആ ഭൂമി അദ്ദേഹം ഭൂമിഹീൻ കിസാനോംകോ ദേ ദേത്തെ ഹേ. ഭൂമിഹീൻ കിസാൻ, കൃഷിസ്ഥലമില്ലാത്ത കൃഷിക്കാർക്ക്, കൃഷി ചെയ്യാൻ സ്ഥലമില്ലാതിരുന്ന കർഷകർക്ക് നൽകി. ഭൂമിഹീൻ കിസാനോംകോ, ഭൂമിയില്ലാത്ത കർഷകർക്ക്, കൃഷിക്കാർക്ക് ദേ ദേത്തെ ഥേ, നൽകിയിരുന്നു. ആൻസർ ഒന്നുകൂടി ഞാൻ പറയാൻ ശ്രദ്ധിക്കാം. ഭൂമി ദാൻ മേം ലേക്കർ, ഭൂമി ദാനമായി കിട്ടിയ ആ ഭൂമി വിനോബാജി ഭൂമിഹീൻ കിസാനോംകോ ദേ ദേത്തെ थे. ഭൂമി കർഷകർക്ക്, കൃഷി ചെയ്യാൻ സ്ഥലമില്ലാതിരുന്ന കർഷകർക്ക് നൽകിയിരുന്നു. क्वेश्चन once again, भूमि दान में लेकर विनोबाजी क्या करते थे? भूमि दान में लेकर विनोबाजी भूमिहीन किसानों को दे देते थे. ठीक है, नेक्स्ट क्वेश्चन, क्वेश्चन नंबर 4, देखो विनोबाजी की यात्रा के दौरान कहाँ ठहरे थे? विनोबाजी यात्रा के दौरान में, യാത്രയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കഹാം ടഹറേ ഥേ, എവിടെയാണ് താമസിച്ചിരുന്നത്? വിനോബാജി യാത്രാ കെ ദൗരാൻ കഹാം ടഹറേ ഥേ. വിനോബാജി യാത്രയുമായി ബന്ധപ്പെട്ട് എവിടെയാണ് താമസിച്ചിരുന്നത്? ആൻസർ നിങ്ങൾക്കറിയാം. വിനോബാജി എവിടെയാ താമസിച്ചിരുന്നത്? हाँ, गांव के एक पाठशाला में. देखो
विनोबा जी यात्रा के दौरान में गांव की पाठशाला में ठहरे थे. ഗാവ് കി പാഠശാല ഗ്രാമത്തിലെ ഒരു സ്കൂളിലാണ് അദ്ദേഹം താമസിച്ചത്. Once again, विनोबा जी यात्रा के दौरान कहाँ ठहरे थे? विनोबा जी यात्रा के दौरान गांव की पाठशाला में ठहरे थे. कहाँ ठहरे थे? गांव की पाठशाला में ठहरे थे. ठीक है. लास्ट क्वेश्चन, विनोबा जी को दुख क्यों हुआ? വിനോബാജിക്കോ ദുഃഖ് ക്യോം ഹുവ? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് സങ്കടം തോന്നിയത്, വിഷമം തോന്നിയത്? വിനോബാജിക്കോ ദുഃഖ് ക്യോം ഹുവ എന്താണ് നമ്മൾ പഠിച്ചത്? വിനോബാജിക്കോ പാഠശാല കെ പാസ് ഗന്ദഗി ദേഖ്കർ ദുഃഖ് ഹുവ. ആൻസർ എന്താണ്? വിനോബാജിക്കോ പാഠശാല കെ പാസ്, വിനോബാജി സ്കൂൾ പരിസരം, സ്കൂളിന്റെ അടുത്ത് ഗന്ദഗി ദേഖ്കർ ദുഃഖ് ഹുവ, ഗന്ദഗി മാലിന്യങ്ങൾ നിറഞ്ഞത് കണ്ടിട്ടാണ് അദ്ദേഹത്തിന് വിഷമം തോന്നിയത്. ആൻസർ വിനോബാജിക്കോ പാഠശാല കെ പാസ് ഗന്ദഗി ദേഖ്കർ ദുഃഖ് ഹുവ. വിനോബാജിക്കോ പാഠശാല കെ പാസ് ഗന്ദഗി ദേഖ്കർ ദുഃഖ് ഹുവ. സ്കൂൾ പരിസരം മലിനമാക്കപ്പെട്ടിരിക്കുന്നത് കണ്ടിട്ടാണ് അദ്ദേഹത്തിന് ദുഃഖം തോന്നിയത്. നിങ്ങൾക്ക് ആൻസർ മനസ്സിലായി കാണുമല്ലോ. ക്വസ്റ്റ്യൻ ആൻസർ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക, എഴുതി പഠിക്കുക, അക്ഷരത്തെറ്റില്ലാതെ എഴുതി പഠിക്കണം. ठीक है. നെക്സ്റ്റ് വ്യാകരൺ ഭാഗ്. വ്യാകരൺ ഭാഗ് ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞു തരും, നിങ്ങളത് തനിയെ ടെക്സ്റ്റ് വായിച്ച്, ഈ ഗ്രാമർ പോർഷൻ ടെക്സ്റ്റ് വായിച്ച് ചെയ്യണം. ഇപ്പം ഞാൻ ആൻസർ ഒരു പ്രാവശ്യം പറഞ്ഞു തരും, നിങ്ങൾ ടെക്സ്റ്റ് ചെയ്ത് എടുത്തു വെച്ചിട്ട് ടെക്സ്റ്റ് വായിച്ച് തനിയെ ചെയ്ത് എനിക്ക് അയച്ചു തരണം. ठीक है. देखो सेकंड वन, किसने किससे कहा? किसने किससे कहा? Who said to whom? ആര് ആരോട് പറഞ്ഞു? നമ്മൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ കിട്ടുന്നതാണ് ആൻസർ. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുക, മനസ്സിലാക്കിയിട്ട് ആരോട് പറഞ്ഞു എന്നുള്ള പോർഷൻ നിങ്ങൾ ടെക്സ്റ്റിലെ വർക്ക് ടെക്സ്റ്റിൽ തന്നെ ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ ആൻസറും മീനിങ്സും ഓപ്പോസിറ്റ് പര്യായം ഇത്രയും ഭാഗം മാത്രം നിങ്ങൾ നോട്ട്സിൽ എഴുതിയാൽ മതി. ബാക്കി ടെക്സ്റ്റ് വർക്കുകളെല്ലാം ടെക്സ്റ്റിൽ തന്നെ ചെയ്യാം. देखो, किसने किससे कहा? Who said to whom? First question, तुम्हारी पाठशाला की सफाई कौन करता है? तुम्हारी पाठशाला की सफाई, നിങ്ങളുടെ സ്കൂളിലെ സഫായി കോൻ കർത്താ ഹേ? സഫായി വാല, അതായത് നിങ്ങളുടെ സ്കൂള് വൃത്തിയാക്കുന്നത് ആരാണ്? ആര് ആരോട് ചോദിച്ചു? നമ്മൾ പഠിച്ച പോർഷനിൽ ആര് പറഞ്ഞതാണ് ഈ സെന്റൻസ്? ആരോട് പറഞ്ഞതാണ്? ഇതാണ് നമുക്ക് പഠിക്കേണ്ടത്. देखो, तुम्हारी पाठशाला की सफाई कौन करता है? നിങ്ങളുടെ വിദ്യാലയം വൃത്തിയാക്കുന്നത് ആരാണ്? ആരാണ് ചോദിച്ചത്? വിനോബാജി. വിനോബാജി ചോദിച്ചതല്ലേ? കിസ്കോ? किसने कहा? विनोबाजी ने कहा. किसको? विनोबाजी ने छात्रों से कहा. ठीक है. आंसर विनोबाजी ने, विनोबाजी ने किसको कहा? विनोबाजी ने छात्रों से कहा. छात्रों से कहा. ഇവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ രണ്ട് കിസ്നെ കിസ്സെ കഹ ടെക്സ്റ്റ് വർക്കാണ്. അപ്പോൾ രണ്ട് പോർഷൻ ആയിട്ട് എഴുതാനുണ്ട്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? വിനോബാജി. കിസ്നെ കഹ? വിനോബാജി ने कहा. किससे कहा? छात्रों से कहा. ठीक है. नेक्स्ट क्वेश्चन, गंदगी कौन साफ करेगा? सेकंड क्वेश्चन क्या था? गंदगी कौन साफ करेगा? ആരാണ് ഈ മാലിന്യങ്ങൾ വൃത്തിയാക്കേണ്ടത്? ആരാ ചോദിച്ചത്? ഈ മാലിന്യങ്ങൾ ആരാണ് വൃത്തിയാക്കേണ്ടത്? ആരാ? ഏക്ക് ലഡ്കേനെ നമ്മൾ പഠിച്ച പാഠഭാഗത്തിൽ പറഞ്ഞു. കുട്ടി ആരോടാ ചോദിക്കുന്നത്? ഈ മാലിന്യങ്ങൾ ആര് വൃത്തിയാക്കും എന്നാരാ ചോദിച്ചത്? കുട്ടി ആരോട് ചോദിച്ചു? വിനോബാജിക്കോ. അപ്പോൾ ആൻസർ എന്ത് എഴുതണം? ലഡ്കേനെ വിനോബാജിക്കോ. ആൻസർ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ലഡ്കേനെ. किसने कहा? लड़के ने कहा. किससे कहा? लड़के ने विनोबाजी से. आंसर എന്താണ്? लड़के ने विनोबाजी से. लड़के ने विनोबाजी से. ठीक है.
थर्ड क्वेश्चन, जी नहीं मैं माम तो माम है. जी नहीं മാം തോ മാം ഹേ. അല്ല, അമ്മ അമ്മയാണ്. ആരാ പറഞ്ഞത്? ഇവിടെ പറയുന്നുണ്ട്, നിങ്ങളുടെ അമ്മയാണോ നിങ്ങളുടെ വീട് നിങ്ങളുടെ വീട് വൃത്തിയാക്കുന്നത്? അപ്പൊ നിങ്ങളുടെ അമ്മ നിങ്ങളുടെ വീട്ടിലെ സഫായി വാലയാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കുട്ടി എന്താ പറയണേ? ആ, जी नहीं मां तो मां है. एक किसने कहा? हाँ ठीक है, लड़के ने कहा. थर्ड क्वेश्चन, किसने कहा? लड़के ने कहा. किससे कहा? लड़के ने किससे कहा? कुटी आरोड़ा പറഞ്ഞത്? लड़के ने विनोबाजी से कहा. लड़के ने विनोबाजी से कहा. ठीक है, लड़के ने विनोबाजी से कहा. ठीक है, किसने किससे कहा? ഈ പോർഷൻ നന്നായി മനസ്സിലായല്ലോ. നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുക, എന്നിട്ട് ടെക്സ്റ്റിലെ വർക്ക് നിങ്ങൾ തനിയെ ചെയ്യുക. ഇപ്പൊ ഞാൻ ആൻസർ ഒരു പ്രാവശ്യം പറഞ്ഞു തന്നാണ്. ठीक है, नेक्स्ट, सही शब्द चुनकर रिक्त स्थान भरे. സഹി ശബ്ദ ചുൻകർ, ശരിയായ വാക്ക്. നമ്മുടെ ബ്രാക്കറ്റിൽ 3 വേർഡ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ് കണ്ടുപിടിച്ച് ഫില്ല് ചെയ്യാൻ. സഹി ശബ്ദ ചുൻകർ रिक्त स्थान भरे, fill in the blanks. देखो फर्स्ट क्वेश्चन, देखो फर्स्ट क्वेश्चन, विनोबाजी हमारा देश के एक डैश थे. ബ്രാക്കറ്റിൽ 3 വേർഡ് തന്നിരിക്കുന്നു. ശൗചാലയ, മഹാപുരുഷ്, അച്ഛേ. വിനോബാജി ഹമാരാ ദേശ് കെ ഏക് ഡാഷ് थे. കറക്റ്റ് ആൻസർ ഏതാണ്? ठीक है, മഹാപുരുഷ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, विनोबाजी हमारा देश के एक महापुरुष थे. ठीक है, महापुरुष. फर्स्ट क्वेश्चन, विनोबाजी हमारा देश के एक महापुरुष थे. ठीक है, सेकंड क्वेश्चन, पाठशाला में डैश नहीं थी. പാഠശാല में ഡാഷ് नहीं थी. നമ്മൾ പഠിച്ചു, സ്കൂളിൽ എന്തുണ്ടായിരുന്നില്ല? ആ, ടോയ്ലറ്റ്. ടോയ്ലറ്റിന് എന്താ ഹിന്ദിയിൽ വേർഡ് പഠിച്ചത്? ശൗചാലയ. പാഠശാല में डैश नहीं था. പാഠശാല में ശൗചാലയ नहीं था. സെക്കൻഡ് വൺ ആൻസർ എന്താണ്? ശൗചാലയ. देखो സെക്കൻഡ് വൺ ശൗചാലയ. सेकंड आंसर शौचालय. पाठशाला में शौचालय नहीं था. थर्ड वन, काम सब डैश है, ऑल वर्क इज गुड. काम सब डैश है, काम सब अच्छे है. काम सब अच्छे है. थर्ड वन, काम सब अच्छे है. ठीक है, 3 आंसर നന്നായി മനസ്സിലായി കാണുമല്ലോ. देखो नेक्स्ट वन, भाषा एक्सरसाइज नंबर 4. देखो, दिए गए शब्दों की सहायता से रिक्त स्थान भरे. fill in the blanks with the help of given words. നമ്മളുടെ ബ്രാക്കറ്റിൽ കോ, കാ, മേ, കെ, കി ഈ അക്ഷരങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിൽ പാഠഭാഗത്തിൽ പഠിച്ച അതേ സെന്റൻസ് ആണ്. നിങ്ങൾ ടെക്സ്റ്റ് പാഠഭാഗം വീണ്ടും വീണ്ടും വായിച്ചാലേ നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ആ സെന്റൻസ് പാഠഭാഗത്തിൽ നിന്ന് വായിച്ച് കണ്ടുപിടിച്ചിട്ട് ഫില്ല് ചെയ്യണം. ठीक है, देखो, विनोबाजी गरीबों डैश सहायक थे. विनोबाजी गरीबों डैश सहायक थे. आंसर विनोबाजी गरीबों के. ठीक है, വിനോബാജി ഗരീബോം കെ സഹായക് थे. അവിടെ വരേണ്ട വേർഡ് ഏതാണ്? കെ. ഫസ്റ്റ് ആൻസർ വിനോബാജി ഗരീബോം കെ സഹായക് थे. ठीक है, नेक्स्ट वन, विनोबाजी भूदान डैश यात्रा पर थे. विनोबाजी भूदान की. सेकंड वन आंसर विनोबाजी
भूदान की. Second word, विनोबाजी भूदान की. Answer, विनोबाजी भूदान की यात्रा पर थी. Next, third one, विनोबाजी पाठशाला डैश ठहरे थे. വിനോബാജി പാഠശാലയിൽ താമസിച്ചിരുന്നു. വിനോബാജി പാഠശാല മേം. തേർഡ് വൺ, വിനോബാജി പാഠശാല മേം. അവിടെ വരേണ്ട വേണ്ടതാണ് മേം. വിനോബാജി പാഠശാല മേം ठहरे थे. फोर्थ वन, विनोबाजी ने लड़के डैश अपने पास बुलाया. विनोबाजी लड़के को अपने पास बुलाया. അവിടെ വരേണ്ട വേടാണ് को. विनोबाजी ने लड़के को अपने पास बुलाया. फोर्थ वन, विनोबाजी ने लड़के को പ്രത്യയമാണ് അവിടെ ചേരേണ്ടത്. വിനോബാജിനെ ലड़के को अपने पास बुलाया. लास्ट वन, विनोबाजी डैश भूदान यज्ञ प्रसिद्ध है. विनोबाजी का भूदान यज्ञ प्रसिद्ध है. फिफ्थ वन, का विनोबाजी का भूदान यज्ञ प्रसिद्ध है. ठीक है, ഇതെല്ലാം നിങ്ങളുടെ പാഠഭാഗത്തിലുള്ള അതേ സെന്റൻസ് തന്നെയാണ്. ठीक है, देखो नेक्स्ट वन, दिए गए विराम चिन्हों के सामने उनके नाम विकल्पों से चुनकर लिखो. നമ്മൾ പഠിച്ചിട്ടുണ്ട് പങ്ക്ച്വേഷൻസ് മാർക്ക്. സെന്റൻസ് എഴുതുമ്പോൾ നമ്മൾ പങ്ക്ച്വേഷൻസ് മാർക്ക് പഠിച്ചിട്ടില്ലേ? See the punctuations mark and write their name choosing from the option. ഓപ്ഷനിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ചിഹ്നത്തിന് എന്താണ് നമ്മൾ ആ ചിഹ്നത്തിന് പറയണത് അത് അവിടെ ഡാഷ്ഡ് സ്പേസിൽ എഴുതണം. देखो, देखो फर्स्ट क्वेश्चन, दिए गए विराम चिन्हों के सामने ചിഹ്നങ്ങളുടെ അടുത്ത് उनके नाम विकल्पों से चुनकर लिखो. ഫസ്റ്റ് ചിഹ്നം ഏതാണ് തന്നിരിക്കുന്നത്? देखो, ഫസ്റ്റ് ഇതെന്താണ്? നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുള്ള ചിഹ്നമാണ്. ഏത് ചിഹ്നമാണിത്? എക്സ്ക്ലമേഷൻ മാർക്ക്. എക്സ്ക്ലമേഷൻ മാർക്ക് ഇതിനെന്താ ഹിന്ദിയിൽ പറയാ? फर्स्ट आश्चर्य चिन्ह എന്ന് പറയില്ലേ? विस्मयादिबोधक. क्या है? विस्मयादिबोधक. देखो कैसे लिखा है? विस्मयादिबोधक. विस्मयादिबोधक इसको क्या बोलते हैं? विस्मयादिबोधक. एक्सक्लेमेशन मार्क ये चिन्ह क्या है? विस्मयादिबोधक. एक्सक्लेमेशन मार्क ये चिन्ह क्या था? विस्मयादिबोधक. नेक्स्ट वन, രണ്ട് സെന്റൻസ് ഇടയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കോമ ഇടാറുണ്ട് അല്ലേ? देखो सेकंड वन, ये चिन्ह इसको क्या बोलते हैं? ठीक है, अल्प विराम. क्या बोलते हैं? अल्प विराम. कोमा, अल्प विराम. देखो ये क्या है? अल्प विराम. ये चिन्ह क्या था? अल्प विराम. ठीक है, फर्स्ट वर्ड विस्मयादिबोधक एक्सक्लेमेशन मार्क. सेकंड वन कोमा, अल्प विराम. थर्ड वन देखो फुल स्टॉप. थर्ड चिन्ह क्या है? फुल स्टॉप. ഹിന്ദിയിൽ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് ഇങ്ങനെയാണ്, ഫുൾ സ്റ്റോപ്പ്. അതിനെന്താ ഹിന്ദി പറയാം? പൂർണ്ണവിരാം. क्या है? പൂർണ്ണവിരാം. പൂർണ്ണമായി, പൂർണ്ണവിരാം. പൂർണ്ണവിരാം. क्या है? पूर्णविराम. ये चिन्ह क्या है? पूर्णविराम, फुल स्टॉप. लास्ट वर्ड. ठीक है, सबको मालूम है. ये क्वेश्चन मार्क. ये क्या है? क्वेश्चन मार्क. सभी क्वेश्चन के अंत में क्वेश्चन मार्क लगाते हैं. ठीक है, क्वेश्चन मार्क. ये क्या है? प्रश्नवाचक. ये क्या है? प्रश्नवाचक. ये चिन्ह क्या है? प्रश्नवाचक. प्रश्नवाचक.
जग, ये चिन्ह है प्रश्नवाचक. ठीक है. फर्स्ट वन विस्मयादिबोधक एक्सक्लेमेशन मार्क. सेकंड वन कोमा अल्पविराम, वाक्यों के बीच में ये लगाते हैं. ठीक है. थर्ड वन पूर्ण विराम, वाक्यों के अंत में हम क्या देते हैं? पूर्ण विराम, फुल स्टॉप. लास्ट वन प्रश्नवाचक, सभी प्रश्नों के अंत में हम प्रश्न क्वेश्चन मार्क लगाते हैं. इसको क्या बोलते हैं? प्रश्नवाचक. ठीक है. विस्मयादिबोधक, अल्पविराम, पूर्ण विराम, प्रश्नवाचक, ये तीनों, ये चार पंक्चुएशन मार्क सबको मालूम है. ठीक है. देखो हमारे पाठभाग के हम पिछले क्लास में हम अर्थ देते थे. ठीक है. देखो वंस अगेन अनुयायी, अनुयायी का अर्थ क्या है? फॉलोवर. नेक्स्ट वन भूदान, भूदान अर्थ लैंड डोनेशन, भूदान शब्द का अर्थ क्या है? लैंड डोनेशन. थर्ड वन छात्र, छात्र स्टूडेंट. नेक्स्ट वन देखो पर्यायवाची शब्द, सिनोनिम्स, पर्याय शब्द महापुरुष, महापुरुष को समान अर्थ वाले दूसरा शब्द है महानुभाव, महानुभाव. ठीक है. थर्ड वन माम, माम शब्द माता, माम का पर्याय क्या है? माता. नेक्स्ट वन पाठशाला, विद्यालय, पाठशाला का पर्याय शब्द है विद्यालय. काम, काम कार्य कर्म, काम शब्द का पर्याय क्या है? कार्य कर्म. ठीक है. नेक्स्ट वन विलोम शब्द, एंटोनिम्स, विपरीत शब्दങ്ങൾ നോക്കിയേ. गंदगी सफाई, गंदगी सफाई, गंदगी डर्टी, सफाई क्लीन. नेक्स्ट वन अच्छा बुरा, अच्छा का विलोम शब्द है बुरा, अच्छा मीन्स गुड, बुरा बैड. नेक्स्ट वन उत्तर, उत्तर शब्द का विलोम शब्द क्या है? प्रश्न, उत्तर आंसर, प्रश्न क्वेश्चन, उत्तर प्रश्न. नेक्स्ट वन पास दूर, पास दूर, पास नियर, दूर फार. ठीक है. नेक्स्ट वन गरीब अमीर, गरीब शब्द का विलोम शब्द है अमीर, गरीब मीन्स पुअर, अमीर रिच. सच्चा झूठ, सच्चा विलोम शब्द झूठ, सच्चा सत्यम, झूठ कള്ളം. ठीक है. നമ്മുടെ ലെസന്റെ ലാസ്റ്റ് ഭാഗത്ത് ഒരു രചനാത്മക അഭിവ്യക്തി, ക്രിയേറ്റിവിറ്റി തന്നിരിക്കുന്നു. നോക്കിയേ. अपनी मां के साथ बातचीत करते हुए 5 संवाद लिखी. നിങ്ങൾ ഒരു അസൈൻമെന്റ് പോലെ നിങ്ങൾ ഒരു പേപ്പറിൽ ചെയ്തിട്ട് എനിക്ക് അയച്ചു തരണം. എന്താണത്? अपनी मां के साथ बातचीत, बातचीत मीन्स कॉन्वर्सेशन. अपनी मां के साथ, किसके साथ? अपनी मां के साथ बातचीत करते 5 संवाद लिखी. നിങ്ങൾ നിങ്ങളുടെ അമ്മയുമായിട്ടുള്ള സംഭാഷണം, ഒരു 5 സെന്റൻസ് സംഭാഷണം നടത്തുന്നത് എങ്ങനെയെന്ന് കൊച്ചു കൊച്ചു സെന്റൻസ് മതി, ചെറിയ ചെറിയ സെന്റൻസ് ആക്കി നിങ്ങൾ ഹിന്ദിയിൽ എനിക്ക് എഴുതി അയച്ചു തരണം. കേട്ടല്ലോ? अपनी मां के साथ बातचीत करते हुए 5 संवाद लिखी. തെറ്റുണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഹിന്ദിയിൽ സംസാരിക്കുന്നത് എങ്ങനെയാണ്, സംസാരിക്കാൻ എങ്ങനെയാണ്? നിങ്ങൾ അമ്മയോടല്ലേ എപ്പോഴും സംസാരിക്കാൻ വീട്ടില്? അപ്പോൾ നിങ്ങൾ അമ്മയോട് സംസാരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ഒരു 5 സംഭാഷണം നിങ്ങൾ തനിയെ എഴുതി നോക്കണം. ഓക്കെ. അപ്പോൾ നമ്മളുടെ സെക്കൻഡ് ലെസൺ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ ബുക്കിൽ എഴുതിയെടുക്കണം. ബാക്കി വർക്കുകളെല്ലാം ടെക്സ്റ്റിൽ തന്നെ ചെയ്യുക. ടെക്സ്റ്റിൽ നീറ്റായിട്ട് ടെക്സ്റ്റ് 2-3 പ്രാവശ്യം 2-3 बार പഠന ജരൂരി ഹെ. ठीक है. അപ്പോൾ നമുക്കിനി അടുത്ത ലെസൺ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ठीक है. ധന്യവാദം.